പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവ് അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വെയറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലവുണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കും ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ
ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിക്കോദേമോസിനോടാണ് ആദ്യം സംസാരിക്കുന്നത്. എന്താണ്? ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാണ്, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ്. എന്നിട്ട് ഇവിടെ വിഷയത്തിൽ ഞാൻ നിക്കോദേമോസിനെ കുറിച്ച് പറയുമ്പോൾ ജഡമെന്നാണ് ഈശോ പറഞ്ഞുകൊണ്ട് വരണതേ. അതാണ് വിഷയം. എന്നിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ജഡം എന്നുള്ള വാക്ക് ഉപയോഗിക്കണം ഇപ്പോഴാണ് ഈശോ. അത് നിക്കോദേമോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അതായത് ഈ കൽപ്പന ടെക്നിക്കലായിട്ട് കൽപ്പന പാലിച്ചു, അതിൻ്റെ അരൂപി അതാണ് ഈശോ അതിൻ്റെ അരൂപിയെ ഈശോ കൽപ്പനയുടെ ജിസ്റ്റ് എടുത്തിട്ട് അരൂപിയാണ് പറയണത്. എന്താണ്? എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള സംഭവത്തിന് അതാണ് അരൂപി എന്ന് പറയണത്. ഇവർ അത് വിട്ട് കളഞ്ഞിട്ട് ഇവർക്ക് സ്വർഗം അടിച്ചു മാറ്റാൻ വേണ്ടി കൽപ്പനകളെ അത് കൂടുതൽ ഭാരപ്പെട്ടതാക്കിയിട്ട് അവർക്ക് മാത്രം അത് പാലിക്കാൻ പറ്റുന്ന രീതി കൽപ്പനകൾക്ക് വ്യാഖ്യാനപ്പിരിവ് നൽകിയിട്ട് ഇവരത് പാലിച്ച് സംതൃപ്തി അടയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇന്ന് ഈശോ ജഡമെന്ന് വിളിക്കുക. എന്നിട്ട് പറയും ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാണ്, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണെന്ന് പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ അനുഷ്ഠാനങ്ങളെല്ലാം നടത്തി ജഡമായിട്ട് ജീവിക്കും. ജഡമാണ് ഈ ജഡത്തിൻ്റെ നമ്മൾ ശരിക്കും സഭയിലെ ആൾക്കാർ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് സങ്കടകരമായൊരു തിരിച്ചറിവാണ്. ഈ 50 അല്ലെങ്കിൽ 60% ജഡമാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവത്തെ കാണുന്നതും അവരുടെ ദൈവത്തോട് അടുക്കുന്നതും ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ ദൈവത്തിന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഒരു നടപ്പാത നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട്, നാഷണൽ ഹൈവേ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു സൈഡിലൂടെ നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനുഷ്യർക്ക് പോകാൻ വേണ്ടിയാണ്, വാഹനത്തിന് പോകാനല്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ദൈവത്തിന് സൈഡ് ചേർന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ വേണ്ടി ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനയും കുരിശിൻ്റെ വഴിയൊക്കെ കാര്യമായിട്ട് നടന്നോളും. ഈ വാഹനങ്ങൾ പോണ നടുക്കൂടിയാണ്. അവിടെ മനുഷ്യൻ്റെ കള്ളത്തരങ്ങളും കുതന്ത്രങ്ങളും അതുപോലെ തന്നെ ആക്രാന്തങ്ങളും എല്ലാം ഇതെല്ലാം മെയിൻ സ്ട്രീമിലാണ് പോണത്. അതുകൊണ്ടാണ് അതിനാണ് ജഡമെന്ന് പറയുന്നതിൻ്റെ കാരണം. നിങ്ങളിപ്പോൾ പെന്തക്കോസ്തിലേക്ക് പോകുമ്പോൾ കർത്താവ് ഇയാളെയാണ് ആദ്യം ട്രീറ്റ് ചെയ്യാനതെന്ന് ഓർത്തേക്കണം. നിക്കോദേമോസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അവിടെ. അപ്പം നിക്കോദേമോസിനെ ട്രീറ്റ് ചെയ്യുകയാണ് ശരിക്കും ഇനി മുന്നോട്ടുള്ള വഴികളിലേക്ക്. ഇനി ഓരോരുത്തരെ ഈശോ എടുത്തെടുത്ത് ട്രീറ്റ് ചെയ്യണത് കാണാം. ഇപ്പം 4-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ ഈശോ സമരക്കാരത്തെ ട്രീറ്റ് ചെയ്യും. 5-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ ബെത്സൈദ കുളത്തിലെ രോഗിയെ ട്രീറ്റ് ചെയ്യും. ഇത്രയും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈശോ ദിവ്യകുർബാനയുടെ ഡിസ്കോഴ്സിലേക്ക് പോണത്. വളരെ ചിട്ടപ്പെടുത്തിയാണ് യോഹന്നാൻ അത് വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യണത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, നമുക്ക് ഇതിന് ഈ ടോക്കിന് പരിമിതികളുണ്ട്. ഈ അച്ഛൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. കാര്യം എനിക്ക് വളരെ നിർബന്ധമാണ് അച്ഛൻ്റെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ അച്ഛൻ്റെ ടോക്ക് രാവിലെയുള്ള ശുശ്രൂഷ കൂടുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ. അതുകൊണ്ട് ഞാൻ ശരിക്കും ഉപവസിച്ചും രാത്രി പ്രാർത്ഥിച്ചും വെളുപ്പ് എഴുന്നേറ്റ് പ്രത്യേകം പ്രാർത്ഥിച്ചും ഞങ്ങൾക്കിവിടെ കർത്താവിൻ്റെ അടുത്ത് ഇതൊരു എൻ്റെ മുറിയുടെ മുകളിൽ ഈ സൈലൻ്റ് സെനക്കളെന്നും പറഞ്ഞ് വളരെ നിശബ്ദമായി ഇരുട്ട് കുത്തിയ ഒരു ദിവ്യകാരുണ്യ ആരാധന സങ്കേതമുണ്ട്. അവിടെ ലൈറ്റൊന്നുമില്ല. അവിടെ മണിക്കൂറുകളും ഞങ്ങൾ ഇരിക്കും, സ്റ്റാഫ് എല്ലാം ഇരിക്കും, അരമണിക്കൂർ. അപ്പം ഞാൻ 2-3 സമയത്ത് അവിടെ പോയിരിക്കും.
അതുപോലെ അങ്ങനെ കർത്താവുമായിട്ട് ആലോചിച്ചും ചിന്തിച്ചും പ്രാർത്ഥിച്ചാണ് നിങ്ങളോട് പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ഒരു വയറന്മാരായിട്ട് പോകരുത്. മറിച്ച് കർത്താവ് പറഞ്ഞ പോലെ ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവുമാണ്. അപ്പം ജഡികമായിട്ട് തന്നെ പോയാൽ നമ്മൾ ജഡികമായിട്ട് തന്നെ മരിക്കും. അതുകൊണ്ട് പെന്തക്കോസ്തയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആത്മാവിൽ വളരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ജഡത്തെ പാകപ്പെടുത്തുകയും ചെയ്യണം. അപ്പം ആത്മാവിനെ ജഡത്തെ പാകപ്പെടുത്താൻ വേണ്ടിയാണ് ശരിക്കും ഈ കൽപ്പനകളെല്ലാം വന്നത്. ജഡത്തെ പാകപ്പെടുത്തിയെടുക്കാൻ. പക്ഷേ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കല്ലും ഒരു കാറ്റും തമ്മിൽ വല്ല മാർഗമുണ്ട്. അപ്പോൾ തമ്മിൽ തന്നെ രണ്ടല്ലേ. അപ്പം അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്, ജഡത്തെ പാകപ്പെടുത്താൻ ഈശോ പറഞ്ഞു വെച്ചാൽ ദൈവം ആത്മാവാണെന്നതിൻ്റെ നമ്മൾ വായിച്ചില്ലേ 4:24 യോഹന്നാന്റെ സുവിശേഷം. ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അപ്പം ഈ ആത്മാവായ ദൈവം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡമായ മനുഷ്യന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഈ മെറ്റീരിയലാണല്ലോ, ഈ മെറ്റീരിയലിന് ദൈവം ഡിവിനൈസ് ചെയ്തെടുക്കും. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലെടുക്കും. അതെങ്ങനെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ 3:16 പറയണത്. തൻ്റെ ഏകജാതയെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പം നമ്മൾ ഓർക്കും ഈ ഏകജാതനിലൂടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം ഈ നമ്മളിലേക്ക് ഇപ്പോൾ കറണ്ട് കടത്തി വിടുന്ന പോലെ ദൈവസ്നേഹം കടത്തി വിട്ടിട്ട് ഈ മെറ്റീരിയലിനെ ശരിക്കും സ്പിരിച്വലൈസ് ചെയ്താണ് ഈ കണ്ടത്. മെറ്റീരിയലിന് അപ്പം നമ്മളിൽ ദൈവത്തോട് സ്നേഹത്തിൻ്റെ ലെവല് വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മളാകുന്ന ജഡം മെറ്റീരിയലിന് സ്പിരിച്വലൈസ് ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് കമ്മ്യൂണിക്കബിളാകും. അല്ലെങ്കിൽ ജഡമായിട്ടിരിക്കും, ദൈവമായിട്ടിരിക്കും. ഇതിൻ്റെ അകത്ത് ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കത്തില്ല. അപ്പോൾ നമുക്കുള്ള ഒരു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും ആത്മാവിനെ നിറയാനും വളരാനുള്ളൊരു മാർഗം ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട സ്നേഹത്തിൻ്റെ സാക്ഷിയായി മാറാൻ വേണ്ടി നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ജഡമായ എന്നെ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായി മാറ്റുന്നതിന് ദൈവം കണ്ടുപിടിച്ച ഏറ്റവും വലിയ രഹസ്യമായ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ സാക്ഷിയായി ആ സ്നേഹം കൈമാറുന്ന സാക്ഷിയായി എന്നെ വളർത്തി പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് എന്നെ ഒരുക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും. അപ്പോൾ ഈ ലോകത്തിനോട് പ്രീതി കൂടും. ഈ ലോകത്തിന് പ്രീതി കൂടുമ്പോൾ ദൈവമായിട്ട് ഞാൻ അകന്നു പോകും. യാക്കോബ് 4:4 അതാ പറയുന്നത്. നമുക്ക് ഏതെങ്കിലും അടിമത്വം ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ സ്നേഹം അതിലാണ് നമ്മൾ കാണിക്കണം. അതാണ് അടിമത്വം എന്ന് പറയണത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങോട്ട് കുറയും. അപ്പോൾ ദൈവമായിട്ട് അകന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ മിത്രം ദൈവത്തിൻ്റെ ശത്രുവാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അപ്പോൾ അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ദൈവം എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വിളിക്കുന്നത് നിന്നെ വെറുതെ ഇല്ല, നിൻ്റെ ജീവിതം അങ്ങനെ തന്നെ തലമുറ മാറ്റിക്കളയും, നിൻ്റെ തലവരെയും മാറ്റിക്കളയും. ദൈവം അങ്ങനെ മാറ്റും. നീ ആലോചിക്കാൻ പറ്റില്ല, നിനക്ക് ആലോചിച്ച് നോക്കാൻ പറ്റില്ല നിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്. ഹബക്കുക്ക് 1:5 പറയണത്, നീ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതം നീ മറ്റുള്ളവരോട് പറഞ്ഞാൽ ഇല്ല, നിന്നോട് നീ തന്നെ അത് വിശ്വസിക്കില്ല. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എൻ്റെ ജീവിതത്തിൽ അതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിത് സത്യം പറയണേ, നിങ്ങളിത് വിശ്വസിക്കുക. ദൈവം വിളിക്കുന്നത് നിനക്ക് കാനാദേശം തരാൻ വേണ്ടിയിട്ടാണ്. ഈ അടിമത്വത്തിലുണ്ടെങ്കിൽ നിനക്ക് വിശ്വാസം കുറയും, മനസ്സിൽ ഭയം ഉണ്ടാകും, ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കില്ല. നിനക്ക് എല്ലാം കാണാൻ പറ്റും, മറ്റത്ഭുതങ്ങളെല്ലാം കാണാൻ പറ്റും, പക്ഷേ എൻ്റെ ജീവിതത്തിലെ അത്ഭുതം വന്നില്ല. ചെറിയ അത്ഭുതമൊക്കെ കിട്ടും, അത് പ്രാർത്ഥിച്ചില്ലെങ്കിലും കിട്ടും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം അത് കുറച്ച് കഴിഞ്ഞാൽ അതേപോലെ മാഞ്ഞു പോകും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവത്തിൻ്റെ അടുത്ത്. പിന്നെ രണ്ടാമത്തെ രീതി ദൈവം വിളിക്കുന്നത് മേരി മാഗ്ഡലിനെ വിളിച്ച പോലെയാണ്. മേരി മാഗ്ഡലിനെ എങ്ങനെയാണ് വിളിച്ചത്? എല്ലാവരും കൂടി അവൾ പാപിനിയായ സ്ത്രീ എന്ന് പറയണ മേരി മാഗ്ഡലിനെയാണ്. അവളെ വിളിച്ചത് എങ്ങനെയാണ്? അവളെ കൊണ്ടുപോയി മരണത്തിൻ്റെ തുമ്പത്ത് നിർത്തി, എല്ലാവരും കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി നിർത്തി. ആ ഒരു അവസ്ഥയിൽ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് ദൈവം വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. അത് വെളിപാട് 3:20 പറയുന്നത്, ഞാൻ വാതിൽക്ക് വന്ന് തട്ടും, വാതിൽ തുറക്കുന്നവർ ഞാൻ അകത്ത് കടന്നു വന്ന് ഞാൻ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. അവരുടെ കൂടെ ഉണ്ണും എന്നാണ് ഈശോ പറയണത്. ഉണ്ണുന്നത് എന്താണ്? യൂതയെക്കുറിച്ച് പറയണ യൂത സമുദായത്തിലൊക്കെ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മേശയിലിരുന്ന് ഉണ്ണുന്നവരെല്ലാം രക്തബന്ധമുള്ളവരാണ്, ബന്ധുക്കളാണ്, സ്വന്തമാക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വാതിക്കൽ തട്ടുന്നത്, അപ്പോൾ നമ്മളെല്ലാം ഇത് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ സ്വന്തം, രക്തബന്ധമാകിയ ദൈവത്തിൻ്റെ സ്വന്തമാകിയാണ്. അപ്പോൾ പലവരും നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുന്നത്, ഈ മേരി മാഗ്ഡലിനെ വിളിച്ചത് അങ്ങനെയാണ്. സഹനം കൊടുത്താൽ അത് അങ്ങേ അറ്റത്തെ സഹനമാണ് കൊടുത്താൽ അടുത്ത സെക്കൻഡ് അവൾ മരിക്കും, അടുത്ത മിനിറ്റ് അവൾ മരിക്കും. എല്ലാവരും കല്ലും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ അവിടെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ ദൂതപുത്രനെ വിളിച്ചത് എങ്ങനെയാണ്? ദൂതപുത്രൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയി, അടിമത്വത്തിലേക്ക് പോയി. അവനെ വിളിച്ചത് എങ്ങനെയാണ്? അവൻ്റെ ജീവിതത്തിൽ എന്താ കൊടുത്തത്? പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും തടഞ്ഞുകൊണ്ടാണ് അവനെ തിരിച്ച് വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും പലതും ന്യായമായിട്ട് നമുക്ക് കിട്ടാനുള്ളതെല്ലാം, നമ്മുടെ ജീവിതത്തിൽ ക്ഷാമം ഉണ്ടാവും. പലതും ന്യായമായിട്ട് കിട്ടാനുള്ളതെല്ലാം തടസ്സപ്പെടുത്തുന്നത് വിളിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പല സഹനങ്ങളും ദൈവത്തിൻ്റെ വിളിയാണ്. പലതും പല കുറവുകളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പല കുറവുകളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, പല പോരായ്മയും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. തെറ്റാണ്. ദൈവമേ, എൻ്റെ കടബാധ്യത തീർത്ത് എൻ്റെ മക്കൾക്ക് പഠിത്തം കിട്ടണേ, ജോലി കിട്ടണേ, ITC പാസ്സാകണേ. അതില്ല. നമ്മൾ ഫെയിലായി കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെ വിളിയാണ്, ദൈവം തട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്താ ചെയ്തത്? മേരി മാഗ്ഡലിനും ഈ ദൂതപുത്രനും എന്താ ചെയ്തത്? അവർ അനുദപിക്കുക ചെയ്തത്. സഹനം വരുമ്പോൾ അനുദപിക്കണം. ഹല്ലേലൂയ. അനുദപിക്കണം. ഇത് അനുദപിക്കുന്ന ആ മെത്തേഡ്. നിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെയോ പ്രതീക്ഷിച്ചോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന് നമ്മൾക്ക് എന്താ ചെയ്യുക? അയ്യോ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു, ഇത് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇല്ല. അത് പത്രോസിന് എന്താ അനുഗ്രഹം കിട്ടിയപ്പോൾ എന്താ ചെയ്തത്? പത്രോസും ആദ്യം ഈശോനെ കണ്ടപ്പോൾ എന്താ ചെയ്തത്? അനുദപിക്കുക ചെയ്തത്. ഈശോയുടെ അടുത്ത് പോകണം. നീ അപ്പം പ്രാർത്ഥിക്കണം, അപ്പം അനുദപിക്കണം. ഞാൻ പാവം ചെയ്തു പോയി, എനിക്ക് വെറുപ്പുണ്ട് ദൈവമേ, ഞാൻ ഇങ്ങനെ നുണ പറഞ്ഞു പോയി, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞു പോയി, ഞാൻ മറ്റുള്ളവരുടെ കുറ്റം കേട്ടുപോയി എന്ന് പറഞ്ഞ് അപ്പം അനുദപിക്കണം. നിനക്ക് അനുഗ്രഹം കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ജീവിതത്തിൽ ഈ സഹനം തന്നത്
നിൻ്റെ വഴിയൊക്കെ അടയുന്ന അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം അത് ദൈവ വിളിയാണ്. അത് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. നന്ദി പറയുക. എന്നിട്ട് ആദ്യം നീ ചെയ്യേണ്ടത് അനുതപിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ മൂന്നാമത്തത് ഇപ്പോൾ അനുതപിക്കുമ്പോൾ എന്താ സംഭവിക്കുക? വിശ്വാസം ഉണ്ടാവും നിനക്ക്. അനുതപിക്കുമ്പോൾ വിശ്വാസം ഉണ്ടാവും. വിശ്വാസം എങ്ങനെയാണ് അനുതപിക്കുമ്പോൾ? അപ്പോസ്തലപ്രവർത്തകൻ 2:38 നീ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെടും അനുതപിക്കുമ്പോൾ. അതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പം നിനക്ക് സഹനം വരുമ്പോൾ നീ അനുതപിക്കുമ്പോൾ നീ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെടും. അപ്പോൾ ലൂക്ക 1:35 പറയണത് ഇതെങ്ങനെ സാധിക്കുമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അസാധ്യമെല്ലാം സാധ്യമായി. അപ്പം നിനക്ക് തന്ന സഹനങ്ങളെല്ലാം സാധ്യമാക്കി തരും. നിനക്ക് അസാധ്യം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാക്കി അതൊരു അനുഗ്രഹമാക്കി മാറ്റിത്തരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, നീ ഇപ്പോൾ അനുഭവിക്കുന്നതെല്ലാം നീ അത് ദൈവത്തിലേക്ക് സമർപ്പിക്കുക, ദൈവം അത് അനുഗ്രഹമായിട്ട് മാറ്റിത്തരുമെന്ന് പറഞ്ഞത്. അത് അനുതപിച്ചുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇല്ലാതെ അതിനെക്കുറിച്ച് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം തരുന്നത് തന്നെ നിന്നെ തിരിച്ച് വിളിക്കാനാണ്. തിരിച്ച് വിളിക്കുന്ന ഏതെങ്കിലും അടിമത്തത്വം വിട്ടിട്ടാണ് ദൈവത്തിലേക്ക് വരുന്നത്. ആ പാപിനിയായ സ്ത്രീയോട് ഈശോ പറഞ്ഞത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പക്ഷെ നീ മേലാൽ പാപം ചെയ്യരുത്. അതെന്താണ്? കുമ്പസാരക്കൂടാണ്. പ്രൈസ് ദി ലോർഡ്. മേലാൽ നീ പാപം ചെയ്യരുത്, ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അനുതാപമാണ്. ഹല്ലേലൂയ. മൂന്നാമത്തത്, ഈ വിശ്വാസം പോകുമ്പോഴാണ് നമുക്ക് ദൈവം മുമ്പിൽ നിന്നാൽ പോലും നമുക്ക് മനസ്സിലാകാത്തത്. ദൈവം കരവും വെച്ച് ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് കെട്ടിപ്പിടിക്കാൻ നമ്മളുടെ അടുത്ത് വരുമ്പോഴും നമുക്ക് മനസ്സിലാകാത്ത കാര്യം അതാ. ഇമ്മാവൂസ് ശിഷ്യന്മാർ എന്താ ചെയ്തത്? ഈശോ പറഞ്ഞ് ജെറുസലേം വിട്ട് പോകരുതെന്ന് പറയുമ്പോഴും ഇവർ ഈശോ കുരിശിൽ കയറ്റി കഴിയുമ്പോഴത്തേക്ക് ഈശോ അവരെന്ത് ചെയ്യും? വിശ്വാസം പോവും. എന്നിട്ട് ഇമ്മാവൂസിലേക്ക് പോവും. ക്ലിയോപ്പസിൻ്റെ ഭാര്യയുമാണ് നടന്നു പോകുന്നത്. ശിഷ്യന്മാരവരാ. പ്രൈസ് ദി ലോർഡ്. നടന്നു പോകുമ്പോൾ ഈശോ കൂടെ നടന്നിട്ട് അവർക്ക് മനസ്സിലായില്ല. ഹല്ലേലൂയ. മനസ്സിലാകാത്ത കാര്യം എന്താ? കണ്ണുകൊണ്ട് കാണും, എന്നാലും നിനക്ക് വിശ്വാസമില്ലെങ്കിൽ അനുഭവപ്പെടില്ല. ഹല്ലേലൂയ. നിൻ്റെ കൂടെ ഈശോ കൂടെ നടക്കുക, നിൻ്റെ കുടുംബത്തിൽ ഈശോ ഉണ്ട്, പക്ഷെ നിനക്ക് കാണാൻ സാധിക്കാത്തതിൻ്റെ കാരണം വിശ്വാസം കുറഞ്ഞ്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണില്ല, കാഴ്ചയില്ല. വിശ്വാസത്തിൻ്റെ കാഴ്ചയിൽ കൂടി കണ്ടാലേ ഈശോനെ കാണാൻ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണിൽ കൂടി കാണണം. അത് എന്താ ചെയ്തത്? ഈശോ ചെയ്തത് എന്താ? ലൂക്ക 24 പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ക്ലിയോപ്പസിൻ്റെ ഭാര്യയുമാണ് നടന്നുപോയത്. ഈശോ കൂടെ നടന്നിട്ടും അവർക്ക് ഈശോനെ കാണാൻ സാധിച്ചില്ല. നമ്മളുടെ കുടുംബത്തിലും ഈശോ ഉണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും ഈശോനെ കാണാൻ സാധിക്കാത്തതിൻ്റെ കാരണം വിശ്വാസം കുറഞ്ഞിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് പ്രോസസ്സ് പറയണത്, നമുക്ക് തോന്നും നമുക്ക് വിശ്വാസ ലെവൽ ഹൈ ആണ്, പക്ഷേ നമുക്ക് അനുഭവം കിട്ടാത്തതിൻ്റെ കാരണം അത് കുറഞ്ഞിരിക്കുകയാണ്. ആ ലെവൽ വലുതാക്കണം, കൂട്ടണം. പ്രൈസ് ദി ലോർഡ്. അതാ പറയണ. അപ്പോൾ ഈശോയുടെ കൂടെ നടന്നവരാ ക്ലിയോപ്പസും ഭാര്യയും, ശിഷ്യന്മാരാ. എന്നിട്ട് പോലും ഈശോനെ അനുഭവിക്കാൻ സാധിച്ചില്ല അവർക്ക്. വിശ്വാസം കുറഞ്ഞു. ഒരു ചെറിയ സഹനം വന്നപ്പോൾ, അവരുടെ ജീവിതത്തിൽ സഹനം വന്നപ്പോൾ, ഈശോനെ കുരിശിൽ കയറ്റിയപ്പോഴത്തേക്കും സഹനം വന്ന് അവർ പ്രതീക്ഷൻ്റെ എതിരെ നടന്ന് അത് അവരെന്താണ് പ്രതീക്ഷിച്ചോ അപ്പോൾ അതിൻ്റെ എതിരെ നടന്നപ്പോൾ വിശ്വാസം പോയി. പ്രതികൂല സാഹചര്യം വന്നു കഴിഞ്ഞാൽ വിശ്വാസം പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു സ്കെച്ച് വരച്ച് വെച്ചിട്ടുണ്ടാവും നമ്മളെ ആഗ്രഹത്തിൻ്റെ ഇങ്ങനെ ജീവിതം പോകണമെന്ന്. അതിൽ ഇച്ചിരി വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മളെ വിശ്വാസമാണ് ആദ്യം പോകുന്നത്. ഇവിടെ ക്ലിയോപ്പസും മേരി എന്ന് പറഞ്ഞ അവരുടെ ഭാര്യയും ആണ് നടന്നു പോയത്. അവരുടെ വിശ്വാസം പോയി. വിശ്വാസം പോയതിൻ്റെ ഫലമാണ് അവിടെ കാണുന്നത്. എന്താ സംഭവിച്ചത്? അവിടെ അവർക്ക് ഈശോ കൂടെ നടന്നിട്ടും ഈശോനെ കാണാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയാണ് വിശ്വാസം തിരിച്ചു കിട്ടിയത്?
അവർ വീട്ടിൽ കയറി, ഈശോയും അകത്ത് പോയി. ഈശോ അപ്പം മുറിച്ച് അവർക്ക് കൊടുത്ത് വെച്ചാൽ കുർബാന കൂടി. അപ്പം മുറിച്ച് കൊടുത്തപ്പോഴത്തേക്കും അവരുടെ കണ്ണ് തുറന്ന് അപ്പോൾ മനസ്സിലായി ഇത് തന്നെയാണ് എൻ്റെ ഈശോ എന്ന്. അപ്പത്തെ കണ്ടപ്പോൾ, അപ്പം കണ്ടപ്പോഴാണ് അവർക്ക് വിശ്വാസം വന്നത്. അപ്പോൾ നമുക്ക് വിശ്വാസം കൂടണമെന്നുണ്ടെങ്കിൽ ദിവസവും കുർബാനയ്ക്ക് പോകണം. ഹല്ലേലൂയ. ദിവസവും നിങ്ങൾ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങിക്കോ, അടിമത്വം മാറിയിരിക്കും. അതിലൊരു വ്യത്യാസമില്ല. അത് കഴിഞ്ഞാൽ അപ്പോൾ